Namaste, welcome back. Yes, welcome back to my channel, Mean Trader. പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാവുന്ന മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് നിഫ്റ്റിയുടെ മോർണിംഗ് മൊമെൻ്റാണ് കാണിക്കുന്നത്. മോർണിംഗിൽ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9th മെയ് ആണ്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് 1 മണിക്ക് ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് മാർക്കറ്റ് തിരിച്ച് നമുക്ക് ഡൗണിലേക്ക് ഇറങ്ങി അവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഇൻട്രാഡേ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സിൽ അത് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുക്കാവുന്ന മെത്തേഡ് സ്കാൽപ്പിംഗ് മെത്തേഡിൽ നമുക്ക് അവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് മോർണിംഗിൽ അവരുടെ ഒരു ഡൗൺ ട്രേഡ് തന്ന അപ്രോക്സിമേറ്റ് 60-70 പോയിൻറ്റ്സോളം ഡൗൺ ഇറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൾ പ്രകാരം ഓൾമോസ്റ്റ് 80 പോയിൻറ്റ്സോളം അപ്പ് ട്രെൻഡ് കയറുകയും ചെയ്തു. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ എൻട്രി എടുത്തത് നമുക്ക് ബൈസിക്കിൾ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്യാനൽ ട്രേഡ് എടുത്ത് അവിടെ നേരെ കയറിയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ നമ്മൾ ട്രേഡ് ഓപ്ഷൻ പ്രീമിയം ചാർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 24,000 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാം. അത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് വേണ്ട സ്ട്രൈക്ക് നമുക്കിവിടെ കോളാണെങ്കിൽ കോള് 24,000 ആണെങ്കിൽ 24,000 23,900 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് ട്രേഡ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചാർട്ട് നമുക്ക് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ സിഗ്നൽസ് കാണിക്കും. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈ ട്രേഡ് പ്രകാരം 24,000 കോൾ ഓപ്ഷനിൽ നമുക്ക് ബൈ വന്ന് 254 അതിൻ്റെ ടാർഗറ്റ് 3 കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിഗ്നൽസ് കൺഫേം ആയ ലെവൽ നമ്മൾ ഇവിടെ നിന്നാണ് അപ്രോക്സിമേറ്റ് ഈ ക്യാൻഡിലിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ് 254 252 ആ റേഞ്ചിൽ ഇവിടുന്ന് കുറച്ച് കയറിയ ശേഷം കുറച്ച് ബാക്ക് അടിച്ചു. ഇവിടുന്ന് ഈ റേഞ്ചിൽ എടുക്കാമായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറിയിട്ടുണ്ട് 329 വരെ. ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ എടുത്താലും നമുക്ക് കുഴപ്പമില്ല. അവിടുന്ന് 256 കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് കയറി 329 വരെയൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുൾ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയ ഡൗണിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്കവിടെ പ്രോപ്പറായിട്ടൊരു ഇപ്പോൾ ഒരു സെല്ലും ബൈയും ഇല്ലാത്തൊരവസ്ഥയിൽ പണം നിൽക്കുകയാണ്. ഇനി തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അടുത്ത റീ എൻട്രി ലെവൽ അവിടെ തരും. സ്കാൽപ്പിങ്ങിൽ നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് 2 ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 11 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് 2 ട്രേഡ് കിട്ടി. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 2 ട്രേഡിൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ 2 എടുക്കാൻ പറ്റി. അപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ അവിടെ പ്രോപ്പർ ഒരു ബൈ കൺഫർമേഷൻ തന്നിട്ടുമില്ല. നല്ലൊരു ബൈ അപ് ട്രെൻഡ് അവിടെ പോയിട്ടില്ല. അതുകൊണ്ടാണ് കൺഫേം അവിടെ തരാതിരിക്കുന്നത്. അവിടുന്ന് തിരിച്ച് ഇറങ്ങാൻ ചാൻസ് സ്ട്രോങ് ആയിട്ടൊരു അപ് ട്രെൻഡ് അവിടെ തരാത്തത് കൊണ്ടാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു അപ് ട്രെൻഡ് ഇല്ല അവിടെ. അതുകൊണ്ടാണ് കൺഫർമേഷൻ അവിടെ കിട്ടാത്തത്. പക്ഷേ നമുക്ക് ചെറിയ ട്രേഡുകളാണ് സ്കാൽപ്പിംഗ് പിടിക്കുക. പെട്ടെന്ന് എൻട്രി എടുക്കാവുന്ന മെത്തേഡാണ്. അതേപോലെ തന്നെ അത്രയും വേഗത്തിൽ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള സിഗ്നൽസ് ആണ്. പക്ഷേ നമുക്ക് മോർണിംഗ് ലെവലിൽ പ്രോഫിറ്റ് കൂടുതലും കിട്ടുകയും ചെയ്യും. ഓക്കെ, അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡും ഇതേപോലെ തന്നെയായിരുന്നു. മോർണിംഗ് ഡൗൺ ഉണ്ട്. അതിന് ഇവിടെ ഒരു ബൈ ട്രേഡ് വന്നിട്ടില്ല. ഇപ്പം സ്കാൽപ്പിംഗ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിംഗ് മോർണിംഗിൽ ഡൗൺ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നിട്ടുണ്ട്. ചെറുതായിട്ട് കയറി പിന്നെ തിരിച്ചിറങ്ങിയിട്ടൊക്കെയാണ് കയറിയിരിക്കണേ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഫ്ലക്ച്വേഷനിൽ ഇവിടെ തിരിഞ്ഞൊരു കയറ്റത്തിൽ നിന്ന് പിന്നെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് ഭയങ്കര കൺഫ്യൂഷൻ വരും. പക്ഷേ എടുക്കേണ്ട ലെവൽ നമുക്ക് സിഗ്നൽസ് വന്ന് കൺഫേം ആയി സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. അവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഇന്നത്തെ നിഫ്റ്റിയിൽ വന്ന ട്രേഡ് അങ്ങനെയായിരുന്നു. നമുക്ക് സിഗ്നൽസ് ഇപ്പോൾ മോർണിംഗിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇന്ന് രാവിലെ സെല്ല് തന്നിട്ടുണ്ട്. ഇതാണ് റെഡ് കളർ ഡൗൺ ആരോണ് സെല്ല്, ഗ്രീനാണ് ബൈ. ഇതിൽ ഈ ലാസ്റ്റ് വന്ന ബൈയും അതിന് മുമ്പ് വന്ന ബൈൻ്റെ വ്യത്യാസം ഇതാണ്. നമുക്കിവിടെ സിഗ്നൽസ് കിട്ടിയതിന് ശേഷം കൺഫർമേഷൻ വന്നത് ഈ ലെവലിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഗ്രീൻ കളർ താഴത്തെ കൺഫർമേഷൻ ബാറുമായിട്ട് മാച്ച് ആയത്. അവിടെ നിന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബൈ കൺഫർമേഷൻ മുകളിൽ കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക് നടന്നിട്ടില്ല. ഈ സെല്ലാണെങ്കിൽ തന്നെ കുറച്ചിറങ്ങാൻ നോക്കി തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ട്രെൻഡ് ലൈൻ തിരിയുമ്പോൾ എക്സിറ്റ് അടിക്കാം. ഇവിടുന്ന് പുൾ ബാക്ക് ആണ്. ഇവിടുന്ന് ബാക്ക് ട്രേഡ് അടിക്കുന്നുണ്ട്. മാർക്കറ്റ് സെല്ലിലേക്ക് ആയിട്ടില്ല. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സെല്ല് രാവിലെ മാർക്കറ്റ് വന്ന് നമുക്ക് സിഗ്നൽസ് ഒരു 2 ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ പുൾ ബാക്ക് വന്ന് പിന്നെയും ഒരു ഇറക്കം നടന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ട്രേഡ് എടുക്കാത്തവർക്ക് രണ്ടാമത് പുൾ ബാക്ക് തിരിച്ചിറങ്ങിയപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു കയറ്റം ഒരു റിട്രേസ്മെൻറ്റ് മാർക്കറ്റ് അടിച്ച് പിന്നെ തിരിച്ചിറങ്ങിയപ്പം റീ എൻട്രി ലെവൽ ഇവിടെ കിട്ടിയായിരുന്നു. അവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ ഈസിയാണ് വർക്കൗട്ട് ചെയ്യാൻ സ്ട്രാറ്റജി. നമുക്ക് എളുപ്പമാണ്. ഇതിൽ സൈഡ് വേസ് എൻട്രി എക്സിറ്റ് അതേപോലെ നമുക്ക് ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ തരും. കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റും. മാർക്കറ്റ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ആണോ അതോ ഫേക്ക് ആണോ അതോ റിട്രേസ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1. ഓക്കെ, താങ്ക് യു.